പല ചർച്ചകളും QR കോഡ്, ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്ന കോൺട്രിബ്യൂഷൻ ഒക്കെ, ചിലയിടത്ത് ഈ POS മെഷീൻ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒരുപാട് പേര് ഇതെന്തുവാ, ഇതൊരു ബിസിനസ് സ്ഥാപനമാണോ, ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ആണോ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ബ്രദറെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയി. പണ്ടാണ് ചില്ലറ കൊണ്ട് പോകുന്ന ഞാൻ എൻ്റെ ബാക്കി മേടിക്കാനും കൊടുക്കാനും ഒത്തിരി സമയം പോയി. ഞാൻ ജസ്റ്റ് ഒരു ഫോണും കൊണ്ട് പോയതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാ? ഇന്നത്തെ സംവിധാനം ഉപയോഗിക്കുന്നതിന് എന്താ പ്രശ്നം? ഇന്ന് ബാങ്കിൽ പോയി പൈസ വിഡ്രോ ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് ഇന്ന വ്യക്തിയെ സഹായിക്കണം, അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്തുവാ? അത് പരിജ്ഞാനക്കുറവെന്ന് ഞാൻ പറയത്തുള്ളൂ. വളർന്നിട്ടില്ല വ്യക്തി. ശുശ്രൂഷകരുടെ ഭാഗത്ത് നിന്നേ ഞാൻ ഇങ്ങനെ ഒരു QR കോഡ് ചർച്ചിൽ വെച്ചാൽ അതൊരു ഒരു പൊങ്ങച്ചമായി പോകും, ആഡംബരമായി പോകും, അങ്ങനെ ചെയ്താൽ ഒരിക്കലും ഇല്ല. പക്ഷെ അവിടെ നമ്മൾ എപ്പോഴും ചോദിക്കണം, ആ ഉദ്ദേശം പണം ഉണ്ടാക്കലായിരിക്കും. ആദ്യം നമ്മൾ കവർ കൊടുക്കുന്നു, അവരെ ടീച്ച് ചെയ്യുക, പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അങ്ങനെ ചെയ്തപ്പോ എന്തുവാണ് ഇന്നും നമുക്കറിയാം, ദശാംശന്റെ കവറും വാള് മുന്തി നിൽക്കുന്നവരുണ്ട്. പൗലോസ് പറഞ്ഞില്ല, നിങ്ങൾ അതിൽ മുന്തി വന്നു, ഇന്ന സഭ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. അപ്പൊ നമ്മൾ മുന്തി വരിക എന്ന് പറഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ആ ബ്ലെസ്സിങ്ങിലോട്ട് വരുമ്പോൾ അവരത് പഠിക്കുക. അപ്പൊ എല്ലാം അടിസ്ഥാനം വിട്ട് പഠിപ്പിക്കണം.